ഈ വീഡിയോയിൽ നമുക്കിന്ന് സ്വന്തം ബോഡിയിൽ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പം അത്യാവശ്യമായ കുറച്ച് അളവുകൾ സ്വന്തം ബോഡിയിൽ നിന്ന് എങ്ങനെയാണ് ടേപ്പ് കൊണ്ട് അളന്നെടുക്കുന്നതെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ഞാനിതിൽ എന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ള ഏതെങ്കിലും അളവ് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയമായിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കാൻ മറക്കണ്ട. അപ്പം ഞാൻ എൻ്റേതായ രീതിയിൽ ഞാൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അളവെടുക്കാൻ പഠിച്ചത് എന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതെല്ലാം നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബുക്കും പേനയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനല്ല, ഏകദേശം എല്ലാ തയ്യൽക്കാരും ഫസ്റ്റ് നമ്മൾ തുണിയിലോട്ട് വരയ്ക്കുന്ന അളവ് എന്തെന്ന് വെച്ചാൽ ഷോൾഡറാണ്. അപ്പം ഞാൻ ഷോൾഡർ എങ്ങനെയാണ് അളവ് നോക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഞാൻ ഈ കാണിക്കുന്നത് പോലെയാണ് ഷോൾഡറിൻ്റെ അളവ് നോക്കാനുള്ളത്. അതായത് നമ്മളുടെ ഷോൾഡർ കൈക്കുഴി ആ ഒരു താഴോട്ട് ഇറങ്ങുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ബോണിൻ്റെ അവിടെ നിന്ന് അപ്പുറത്തെ സൈഡ് ഒരുപാട് അങ്ങ് കയറിപ്പോകാനും ഒരുപാട് ഇങ്ങ് ഇറങ്ങിപ്പോകാനും പാടില്ല. കറക്റ്റ് ദാണ്ട് ഈ ഒരു പൊസിഷനിൽ വെച്ച് നമുക്ക് ആ അളവൊന്ന് നോക്കിയിട്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ എനിക്കിവിടെ കിട്ടിയത് 14 14 എനിക്കിവിടെ കിട്ടിയത്. അത് ഞാൻ ബുക്കിനകത്തോട്ട് എഴുതി വയ്ക്കുന്നുണ്ട്. ഷോൾഡർ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നെക്കിൻ്റെ ഇറക്കവും വീതിയുമാണ് നോക്കുന്നത്. ഇപ്പം ഞാൻ ഇതിൽ ഇറക്കം കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഈ കൈ വെച്ചിരിക്കുന്ന നമ്മളുടെ കറക്റ്റ് സെൻറ്റർ ഉണ്ടല്ലോ, അതായത് ഞാൻ ആ ചൂണ്ടുവിരൽ വെച്ചില്ലേ, അവിടെ നിന്ന് താഴോട്ടാണ് നമ്മളുടെ നെക്കിൻ്റെ ഫസ്റ്റ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് ബാക്ക് പോർഷൻ. അപ്പോൾ ഇതാ അവിടെ നിന്ന് ഇപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ ആ ഒരു എൻഡ് വന്നിരിക്കുന്ന അനുസരിച്ചാണെങ്കിൽ 5 ഇത് നമുക്ക് ഇച്ചിരി കൂടെ ഇറക്കം വേണമെങ്കിൽ 6, ഒരു 5, 5.5, 6 എന്ന രീതിയിൽ നമുക്ക് ഈ മീഡിയം ലാർജ് ആ ഒരു രീതിക്ക് ആ ഒരു സൈസിന് എടുക്കാം. കൂടിപ്പോയാൽ നെക്ക് ഇറങ്ങി പോകുന്നേ ഉള്ളൂ. ഇതാണൊരു മിനിമം ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സിൻ്റെയൊക്കെ ഒരളവ് അതാണ്. അപ്പം ഞാനൊരു 5 to 6 എഴുതി വെക്കുന്നുണ്ട്. അടുത്ത് നമുക്ക് വീതി നോക്കാം. ഇപ്പം ഞാൻ ഈ ഒരു ഡ്രസ്സ് എൻ്റെ കറക്റ്റ് വീതിയിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അതിൻ്റെ അളവ് എത്രയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു പോർഷനിലാണ് നമുക്ക് വെച്ച് നോക്കാം. ഇപ്പോൾ നമ്മളൊരു ഡ്രസ്സ് ഇട്ടിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ പുറത്തുനിന്ന് ഇങ്ങനെ കാണിച്ചു തരുന്നതെന്നുള്ളൂ. അപ്പോൾ എനിക്കവിടെ 8 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ 8 അവിടെ എഴുതി വെക്കണം. ആ ബുക്കിനകത്ത് 8 കൂടെ നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ എടുക്കുന്നതിന് 1 ഇഞ്ച് ഇറക്കി നമുക്ക് ബാക്കിൽ കൊടുക്കാം. ഇപ്പം 5, 6, 7, 8 വരെ എടുക്കുന്നവരുണ്ട്. ബാക്കിന് അത്രയ്ക്ക് വൈഡായിട്ട് എടുക്കുന്നവരുണ്ട്. അതനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പം ഞാനിനി അടുത്തതായിട്ട് കാണിച്ചു തരാൻ പോകുന്നത് നമ്മളുടെ ചെസ്റ്റിൻ്റെ അളവ് കൊടുക്കുമല്ലോ. ഇപ്പം നമ്മുടെ ആം ഹോളിൻ്റെ താഴെയായിട്ട് ചെസ്റ്റിൻ്റെ അളവ് കൊടുക്കുമല്ലോ, അതാണ് അടുത്തതായിട്ട് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ടേപ്പ് വെച്ചിരിക്കുന്ന പോലെ നമ്മളുടെ അണ്ടർ ആംസിന് അതുവഴിയെ ഇങ്ങനെ ചേർത്ത് വെച്ചാണ് അളവ് നോക്കുന്നത്. അധികമായിട്ട് അങ്ങ് ടൈറ്റായി പോവുകയോ അധികമായിട്ട് ലൂസായി പോവുകയോ ചെയ്യാത്തൊരു രീതിയിൽ വേണം നമ്മളതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് എനിക്കിവിടെ 34 കിട്ടിയിട്ടുള്ളത്. അതും നമ്മളവിടെ പേപ്പറിൽ ബുക്കിൽ എന്തെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഈ മിഡ് വേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ നടുവ് നമ്മുടെ ചെസ്റ്റിൻ്റെ താഴോട്ടുള്ള നമ്മുടെ ബെല്ലിയുടെ ആ ഭാഗത്തുള്ള അളവാണ് നോക്കുന്നത്. അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന്, ഞാൻ ഈ വയ്ക്കുന്ന അവിടെ നിന്നാണ് ഷോൾഡർ എപ്പോഴും നോക്കാൻ. ഷോൾഡറിൻ്റെ അവിടെ നിന്നൊരു 14, 15 കിട്ടില്ലേ, ആ ഒരു ഭാഗത്തെ അളവ് നമ്മൾ എടുക്കണം. കണ്ട 14 or 15, അതാണ് നമ്മളുടെ സാധാ ചോളി ബ്ലൗസിൻ്റെ ഇറക്കമൊക്കെ വരുന്നത്. നമ്മളുടെ എന്താ പറയുക, കുർത്ത ഉണ്ടല്ലോ, അംബ്രല്ല കുർത്തയൊക്കെ ഇറക്കം ആ ഒരു അളവിനാണ് നമ്മൾ എടുക്കാറ്. ആ ഒരു ഭാഗത്തെ അളവ് നമ്മളിങ്ങനെ മേളത്തത് സെയിം ആയിട്ട് തന്നെ നമ്മൾ വെച്ച് നോക്കണം. അപ്പോഴത്തേക്ക് എനിക്കിവിടെ കിട്ടുന്നത് 28. അതും നമ്മളിവിടെ നോട്ട് ചെയ്ത് വെക്കണം. അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മളുടെ വേസ്റ്റ് ഭാഗമില്ലേ, അരക്കെട്ട്, നമുക്ക് കുറച്ചുകൂടെ ഏറ്റവും വണ്ണമുള്ള ഭാഗത്തുള്ള അളവാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ആ ഒരു ഭാഗം ഞാനിപ്പോൾ വയ്ക്കുന്നതെന്ന് കുറച്ചുകൂടെ ഇറക്കിയാണ് വയ്ക്കുന്നത്. ഞാനത് ഇങ്ങനെയാണ് വയ്ക്കാൻ. അപ്പോൾ ഈ ഒരു അളവും കൂടെ നമ്മൾ നോക്കണം. അപ്പോൾ എനിക്ക് കിട്ടുന്നത് 36. അപ്പോൾ നമ്മൾ ഇത്ര അളവ് എഴുതി വെച്ചു. ബോഡിയിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് ഇത്രയും അളവുകളൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചാൽ ഈസി ആയിരിക്കും. ഇനി നമുക്ക് സ്ലീവ് നോക്കാം. ഞാൻ എന്താ ഈ വെച്ചതുപോലെ ഷോൾഡറിൻ്റെ എൻഡ് ആവുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ നിന്ന് താഴോട്ട് നമുക്ക് എത്ര അളവ് വേണോ അതനുസരിച്ച് നമുക്ക് എടുക്കാം. അതാണ്ട് ഞാൻ ഈ കൈ വരയ്ക്കുന്ന ആ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ സ്ലീവ്സിൻ്റെ ലെങ്ത്ത് നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് താഴോട്ട് എത്ര വേണോ നോക്കാം. ഇപ്പം എനിക്ക് പിടിച്ചു തരാരും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ തല കയറ്റി അതിൻ്റെ മണ്ടയിൽ നാടി കയറ്റി വയ്ക്കുന്നത്. എന്നിട്ട് ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിനാണെങ്കിൽ 12 അളവ്. ഇനിയിപ്പോൾ നമുക്ക് മുട്ടിൻ്റെ അതുവരെയൊക്കെ വേണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച്
13 14 എടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഫുൾ ലെങ്ത്താണ് വേണ്ടെങ്കിൽ ദാ ഈ കാണുന്നത് പോലെ എടുക്കണം. എനിക്ക് ഫുൾ ലെങ്ത് ആണെങ്കിൽ 25. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ സീം അലവൻസ് ഒക്കെ കൊടുക്കണം. അപ്പോൾ ഈ ഒരു അളവ് എന്ന രീതിയിൽ ഞാൻ ഈ പറഞ്ഞു തന്നതൊക്കെയാണ് നോട്ട് ചെയ്ത് വെക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതെങ്ങനെയാണ് നമുക്ക് തുണിയിലോട്ട് മാർക്ക് ചെയ്യേണ്ടതെന്നും കട്ട് ചെയ്യേണ്ടതെന്നും ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട. അപ്പോഴേക്കും ഞാൻ സെക്കൻഡ് പാർട്ട് ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ കിട്ടും. പിന്നെ വീഡിയോ ഉപകാരപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് ഇടാനും മറക്കണ്ട. ടാറ്റാ.